ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ എബ്രായ ലേഖനം എന്ന വിഷയത്തിൻ്റെ 9ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. എബ്രായ ലേഖനത്തിൻ്റെ 9ാം സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പാഠ്യപദ്ധതി തുടങ്ങിയിട്ട് ഇത് 250ാമത്തെ ക്ലാസ് കൂടിയാണ്. കഴിഞ്ഞ 250 ദിവസങ്ങൾ ഇത് മുടക്കം കൂടാതെ റെക്കോർഡ് ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനും സമയാസമയങ്ങളിൽ അപ്ലോഡ് ചെയ്യുവാനും കർത്താവ് നമ്മളെ സഹായിച്ചത് ഓർത്ത് സർവ്വമഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. കഴിഞ്ഞ 250 ദിവസങ്ങളിൽ ഈ പാഠ്യപദ്ധതിയോട് ചേർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതായ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുടെയും സഹായ സഹകരണത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ശുശ്രൂഷ ഇത്രമാത്രം വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുകയും ചെയ്യുകയാണ്. തുടർന്നും ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഈ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ സെക്ഷനിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നല്ലോ. ഈ സെക്ഷനിലും ദൈവാത്മാവിൻ്റെ വലിയ ഇടപെടലിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മളിന്ന് 11ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം മുതലാണ് നമ്മൾ വായിച്ച് നമ്മുടെ ധ്യാനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസത്തിൻ്റെ നിർവചനവും വിശ്വാസത്താൽ നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ വിവരണമാണ്. വിശ്വാസവീരന്മാരുടെ ഒരു ചരിത്രമാണ് ഈ 11ാം അധ്യായം ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ നമുക്ക് ദൈവിക വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ സെക്ഷനിൽ പ്രവേശിക്കാം. ഒന്നാമത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വിശ്വാസ നിർവചനമാണ്. വിശ്വാസം എന്നത് എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ഞാൻ നിങ്ങൾ ദിവസങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെയും മറുപടി ദൈവത്താൽ നമുക്ക് ലഭ്യമാകും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് വിശ്വാസം ലഭിക്കുകയാണ്. മാത്രമല്ല, ഇതുവരെയും ഒരു വിടുതൽ, ഒരു അനുഗ്രഹം, ഒരു അത്ഭുതം നമ്മുടെ മുന്നിൽ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വിശ്വാസാൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിച്ചു എന്നുള്ള ഉറപ്പോടു കൂടിയാണ് നാം പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ വിടുതൽ, അത്ഭുതം എല്ലാം ദൈവത്തിന് ലഭിക്കും. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും നീ ചിന്തിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. എങ്ങനെ? ദൈവത്താൽ സാധ്യമാകും. ഇതുവരെയും അനുകൂലമായ ഘടകങ്ങളൊന്നുമില്ലായിരിക്കാം, ഇതുവരെയും അങ്ങനെ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷേ ഇതുവരെ കാണാത്ത കാര്യമാണെങ്കിലും ദൈവത്താൽ ജീവിതത്തിൽ അത്ഭുതം കാണുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിൽ നിങ്ങൾ താഴ്വരയിൽ കുഴികളെ കുഴിക്കുവീൻ. നാളെ നേരമാകുമ്പോൾ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അവർ മരുഭൂമിയിലാണ്. അവരുടെ മൃഗങ്ങൾക്ക് അവർക്ക് കുടിക്കാനുള്ള വെള്ളമില്ല. മരുഭൂമി ആയതുകൊണ്ട് അവിടെ വെള്ളം കൊണ്ടില്ല, അതൊരു പ്രതീക്ഷയുമില്ല. പിന്നെ അവർ മഴ പെയ്തിരുന്നെങ്കിൽ ആഗ്രഹിച്ചാൽ മഴയ്ക്കുള്ളതായ കാറ്റോ ഗോളോ ഒന്നും കാണുന്നില്ല. ദൈവം പറയുകയാണ്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, പക്ഷെ നിങ്ങൾ കുഴികളെ കുഴിക്കുക. എവിടെ കുഴിക്കുന്നത്? മരുഭൂമിയിലാണ്. വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു സാധ്യതയില്ലാത്തൊരിടമാണ്. ഇനി പെയ്ത്ത് വെള്ളം കൊണ്ട് നിറയ്ക്കാനാണെങ്കിൽ പോലും അതിനുള്ളതായ കാറ്റും കോളൊന്നും കാണുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അവർ കുഴികളെ കുഴിച്ചു. പിറ്റേന്നാൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, അവിടെ ആ ദേശം വെള്ളം കൊണ്ട് നിറയുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളായിരിക്കാം, കർഷകരുടെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ഉപദ്രവത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ഒരു വിടുതലുണ്ടാകും, ഒരു മാറ്റമുണ്ടാകും, സ്ഥിതികൾക്ക് ഭേദമുണ്ടാകും എന്ന് പറഞ്ഞാൽ പോലും
വിശ്വസിക്കാൻ കഴിയുന്ന നിലയിലുള്ള സാഹചര്യങ്ങളല്ലായിരിക്കാം. പക്ഷേ നീ കാറ്റ് കണ്ടില്ലെങ്കിലും മഴ കണ്ടില്ലെങ്കിലും വിശ്വാസത്തോടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നിശ്ചയമായും ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കാണുവാനിടയായിത്തീരും. ഒരുപക്ഷെ അത് നിന്റെ തലമുറയിൽ, നിന്റെ ബന്ധുക്കൾ, നിന്റെ മിത്രങ്ങളിൽ, നിന്റെ കൂട്ടുവിശ്വാസത്തിൽ, സഹപ്രവർത്തകരിൽ, അവരെ ആരുടെയും ജീവിതത്തിൽ അതിനു മുമ്പ് അങ്ങനെ ഒരു അത്ഭുതം കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. വിശ്വാസത്താൽ അത് നിനക്ക് നേടിയെടുക്കുവാനിടയായിത്തീരും. എന്നിട്ട് പറയാ, വിശ്വാസാൽ എന്ത് ലഭിച്ചു? പൂർവികന്മാർക്ക് വിശ്വാസാൽ സാക്ഷ്യം ലഭിപ്പാൻ ഇടയായിത്തീർന്നു. എന്നിട്ട് ഈ ലോകത്തിന്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ ലോകോൽപത്തിയെക്കുറിച്ചുള്ളതായ അതെങ്ങനെയാണ് സംഭവിച്ചത്? ശാസ്ത്രജ്ഞന്മാർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ അതിനേക്കാൾക്ക് അപ്പുറമായിട്ട് ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് നമുക്ക് വിശ്വാസത്താൽ മനസ്സിലാക്കാൻ കഴിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഞാൻ ചെറുപ്രായത്തിൽ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ അധ്യാപകർ ഇങ്ങനെ പറഞ്ഞു വരുമായിരുന്നു, ഈ ഹാബേല് ഉന്നതമായ അല്ലെങ്കിൽ നല്ല മൂല്യമുള്ള വസ്തുക്കളൊക്കെയാണ് യാഗം അർപ്പിച്ചത്. കയീൻ ഏറ്റവും മോശമായ വസ്തുക്കൾ യാഗം അർപ്പിച്ചതുകൊണ്ടാണ് അവൻ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതിരുന്നതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നത് കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ കാരണം എന്താണ്? അവൻ വിശ്വാസത്താൽ ആ യാഗം കഴിച്ചു എന്നുള്ളതാണ്. ഉത്തമമായ യാഗം കഴിച്ചു എന്നുള്ളതാണ്. വിശ്വാസത്താൽ ഹാബേൽ ഉത്തമമായ യാഗം കഴിച്ചു. എന്നിട്ട് അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ ദൈവത്തിന് പ്രസാദകരമായ യാഗമർപ്പിക്കാൻ കഴിയും. വിശ്വാസത്താൽ നാം ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ പ്രാപിക്കുവാനും ഉറപ്പിക്കുവാനും കഴിയും. അടുത്ത് കാണും നമ്മൾ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന മനുഷ്യനാണ്. അതിൻ്റെ മൂലധനം എന്തായിരുന്നു? വിശ്വാസമായിരുന്നു. വിശ്വാസാൽ അവൻ ദൈവത്തോടു കൂടെ നടക്കുകയും മരണം കാണാതെ എടുക്കപ്പെടുകയും ജീവനിടയായിത്തീർന്നു. അടുത്തത്, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ ഹാനോക്കിന് ദൈവത്തെ പ്രസാദിപ്പിച്ച സാക്ഷ്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? അവൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തെന്നല്ല പറഞ്ഞത്, ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ വിശ്വാസത്താൽ. അപ്പോൾ വിശ്വാസത്തിന് ക്രിസ്തീയ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനെ സൂക്ഷിക്കണം ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇവിടെ അടുത്ത വാക്യം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ ദൈവപ്രസാദത്തിന് പോലും വിശ്വാസം ഒരു അനിവാര്യ ഘടകമാണ്. നാം എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായി നാം എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ദൈവപ്രസാദത്തിന് കാരണമായിരുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോൾ നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും ദൈവത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? ദൈവമുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. അടുത്ത കാര്യം, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം നിശ്ചയമായും ഒരു പ്രതിഫലം കൊടുക്കും എന്നുള്ള വിശ്വാസം ഉണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ തന്നെ നിന്ദിച്ചിട്ടുണ്ടാകാം, പരിഹസിക്കുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നീ ദൈവസ്ഥലം ചെല്ലുമ്പോൾ ദൈവത്താൽ നിനക്കൊരു പ്രതിഫലമുണ്ടാകും. പൗലോസ് പറഞ്ഞില്ലേ, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നമൊന്നും വ്യർത്ഥമല്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചുവരുവാൻ ഇടയായി തീരണം. യഹോഭക്തന് ദൃഢനിശ്ചയമുണ്ട്, അതിനൊരു പ്രതിഫലം ഉണ്ടാകാതിരിക്കില്ല എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നിശ്ചയമായും
നമുക്കൊരു പ്രതിഫലമുണ്ട്. അബ്രാഹാമിന്റെ ദൈവം പറഞ്ഞില്ലേ, ഞാൻ നിന്റെ അതിമുഖത്തായ പ്രതിഫലമാകുന്നു. മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവം തന്നെ പ്രതിഫലമായി മാറുകയാണ്. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവമുണ്ടെന്നുള്ള വിശ്വാസം മാത്രം പോരാ, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ, ദിവസങ്ങളിൽ ഉപവസിക്കുന്നതിൽ, കർത്തന വേല ചെയ്യുന്നതിലൊക്കെ നിനക്കൊരു പ്രതിഫലമുണ്ട്. ഇതൊന്നും ഒരു പാഴ്വേലയല്ല എന്ന് മനസ്സിലാക്കുക. പ്രത്യക്ഷത്തിൽ ക്ഷിപ്രസാധ്യമായിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു യജമാനൻ നിനക്കൊണ്ട്. യജമാനന് നിശ്ചയമായിട്ടും പ്രതിഫലം തരാതിരിക്കുകയില്ല. കാരണം അവൻ ആർക്കും കടക്കാരനല്ല. വിശ്വാസാൽ നോഹ അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് അതിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. വിശ്വാസാലാണ് രക്ഷ. എപ്പിസോഡിൽ പഠിക്കുന്നതും കാണുന്നില്ലേ, 2:8 മുതൽ വായിക്കുമ്പോൾ കാണുന്നില്ലേ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, പ്രവർത്തികൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിക്കണന്, അല്ലേ? ഇതിന് കൃപയാലാണ് പ്രാപിച്ചു കാണുന്നത്. ഇവിടെ കാണുന്നത് വിശ്വാസത്താൽ. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. ഇവിടെ നോഹയുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ മറ്റുള്ളവർ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലയോ എന്നുള്ളത് നോഹ നോക്കിയില്ല. മറ്റുള്ളവരത് അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ നോഹ നോക്കിയില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നോഹയെപ്പോലെ ഒരു പ്രഭാഷകൻ ദീർഘവർഷങ്ങൾ പ്രസംഗിച്ച് നടന്നിട്ടും തൻ്റെ കുടുംബത്തിന് വെളിയിലുള്ള ഒരൊറ്റ കുഞ്ഞു പോലും ആ പ്രസംഗം വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. ഞങ്ങളൊക്കെ ആണെങ്കിൽ 1-2 സ്ഥലത്തൊക്കെ പ്രസംഗിച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ 1-2 ദിവസം പ്രസംഗിച്ച് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവാറുണ്ട്. ദിവസവും നമ്മുടെ ഈ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ട് ആ ദിവസങ്ങൾ വൈകുന്നേരമൊക്കെ ഞങ്ങൾ നോക്കും എത്ര പേര് ഇത് കണ്ടു എന്ന് നോക്കാറുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ വ്യൂവേഴ്സ് വളരെ കുറവായിരിക്കും. നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ചോദിക്കും, ഇതൊക്കെ കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്തിട്ട്, ഇതൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട്, അല്ല റെക്കോർഡ് ചെയ്യാൻ അരമണിക്കൂറാണ് ചില സമയങ്ങളിൽ, അതിനേക്കാൾക്ക് ഒരുപാട് സമയം എടുക്കും എഡിറ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് നെറ്റിൻ്റെ ലഭ്യത അനുസരിച്ച് ദിവസവും അപ്ലോഡ് ചെയ്ത് അതിന് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിലൊക്കെ നമ്മളിത് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിട്ട് വ്യൂവേഴ്സിന് എണ്ണം കുറയുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മോശ തുടർമാനമായി ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് നടന്നിട്ട് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ആരും രക്ഷിക്കപ്പെട്ടില്ല. എല്ലാവരും ദൈവവചനം കേട്ടിട്ട് തിരസ്കരിച്ച് ഉയർന്നു പോയി. മോശയുടെ ഒരു ക്ഷമ, അല്ലേ? അദ്ദേഹം പിന്നെയും തൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരുന്നു. നിങ്ങളിന്ന് പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പ്രത്യക്ഷമായിട്ട് ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ ഒന്നും നിൻ്റെ ശുശ്രൂഷ മതി കണ്ടില്ലെങ്കിലും നിൻ്റെ ശുശ്രൂഷ വിശ്വാസാൽ തുടരുക. മറ്റുള്ളവർ അനുസരിക്കാത്തതിൻ്റെ പേരിൽ, മറ്റുള്ളവർ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ, മറ്റുള്ളവർ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ എന്തിനാണിത് ചെയ്യുന്നത് ചിന്തിച്ച് നിരാശപ്പെട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാനായിട്ട് നീ ശ്രമിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ദീർഘക്ഷമയോടെ പ്രസംഗിക്കുക. ഇതാ നോഹ വിശ്വാസത്താൽ രക്ഷറായിപ്പാൻ ഇടയായി തീർന്നതുപോലെ. ഇത് രക്ഷയുടെ സന്ദേശമാണ്. ഈ സുവിശേഷ സന്ദേശം എന്താണ്? രക്ഷയുടെ സന്ദേശമാണ്. കർത്താവായ യേശു പറഞ്ഞില്ലേ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറയാൻ കാരണം? അതിനെങ്ങനെ പറയുന്നു? സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. അനുഭവിക്കാതിരിക്കാനുള്ള രക്ഷാസന്ദേശമാണിത്. 11 ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൈകൾ തള്ളിയിടും. അതുകൊണ്ട് നാം ഇത് വളരെ ശ്രദ്ധയോടെ കൈക്കൊള്ളേണ്ട കാര്യമാണ്. അപ്പോൾ നോഹയെ പോലെ വർഷങ്ങളായി ശുശ്രൂഷിച്ചിട്ടും പ്രസംഗിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും നീ ആഗ്രഹിച്ചതായ ഒരു റിസൾട്ട് നിന്റെ കൺമുമ്പിൽ വെളിപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവം തന്ന ശുശ്രൂഷ ഇട്ടേച്ച് പോകരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിന്റെ പ്രാർത്ഥന നിർത്തരുത്, നിന്റെ ഉപവാസം നിർത്തരുത്, നിന്റെ പ്രസംഗം നിർത്തരുത്, നിന്റെ എഴുത്ത് നിർത്തരുത്. ഇതൊന്ന് താലന്ത് എന്തോ അതേ നാമത്തിൽ വ്യാപാരം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം.
നോഹയുടെ കാര്യം പറഞ്ഞാൽ അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസമുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസമല്ല അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടാരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാം വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസത്തിൻ്റെ ഒരു പുരോഗതി, ഒരു വളർച്ച നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ വിശ്വസിച്ചു, എന്നിട്ട് തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടാരെ അനുസരിച്ചു. വിശ്വാസത്തോടൊപ്പം തന്നെ അവൻ്റെ ജീവിതത്തിലെ അനുസരണം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അനുസരണക്കേടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അല്ലേ? ആദ്യ മനുഷ്യൻ്റെ അനുസരണക്കേടാണ് സകല മനുഷ്യരും പാപികളായി തീരുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ അനുസരണത്തിന് ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ മറ്റെന്തെല്ലാം ചെയ്യുന്നു പറഞ്ഞാലും അനുസരണക്കേട് എന്നുള്ളത് വലിയ തെറ്റാന്നുള്ള കാര്യം നമ്മൾ എന്തെങ്കിലും വായിക്കുന്നില്ലേ? അനുസരിക്കുന്നത് യാഗത്തേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുത്ത് ദൈവത്തിന് യാഗം അർപ്പിച്ചാലും ദൈവം പറയുക, എനിക്ക് അതിനേക്കാൾ ഇഷ്ടം നിന്റെ അനുസരണമാണ്. മാനുഷിക ബന്ധത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അനുസരണക്കേടുകളിലൂടെയാണ് മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുസരണത്തിന് വലിയ പ്രാധാന്യം. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് കൊടുക്കുന്നു എന്നുള്ള ഉപരിയായിട്ട് അനുസരിക്കേണ്ടവരെ അനുസരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവിടെ അവൻ വിശ്വസിച്ചെന്ന് മാത്രമല്ല, അവൻ അനുസരിച്ചു. അടുത്ത കാര്യം, വാഗ്ദത്തദേശത്ത് ഒരു അന്യദേശം പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അടുത്ത എന്താണ്? അവൻ വിശ്വസിച്ചു, അനുസരിച്ചു. മാത്രമല്ല ആ വാഗ്ദേശം അവന് കൊടുത്ത ദേശമാണ്. അവിടെയും അവൻ ഒരു വേർപാടിൽ ജീവിച്ചു. കാരണം ഈ ഭൂമിയിലെ വാസം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല എൻ്റേത്, ഇതിനപ്പുറമായിട്ട് ദൈവം ഒരുക്കുന്നതായ ഒരു പട്ടണമുണ്ട്, ഒരു നഗരമുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനുവേണ്ടി കാത്തിരുന്നു. അപ്പോൾ വിശ്വാസം നമുക്ക് വേണം, ദൈവത്തിലുള്ള അനുസരണം നമുക്ക് വേണം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് അവകാശം ലഭിച്ചതാണെങ്കിൽ പോലും അവിടെയും ഒരു വേർപാട് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതായ നിത്യതയെ ലാക്കാക്കി ജീവിക്കുവാൻ കഴിയണം. നന്മകളെല്ലാം ദൈവം തന്നതാണ്. ഈ ആയുസ് ദൈവം തന്നതാണ്, വിദ്യാഭ്യാസം ദൈവം തന്നതാണ്, സമ്പത്ത് ദൈവം തന്നതാണ്, ഈ താലന്തുകൾ ദൈവം തന്നതാണ്. ഇതെല്ലാം വാസ്തവമായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അപ്പുറത്ത് നാം ഈ കിട്ടിയതൊക്കെ വെച്ച് ഇവിടെ സന്തോഷമായി ജീവിച്ച് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടവരല്ല, മറിച്ച് ഇതിനപ്പുറമായി ദൈവം നമുക്ക് ഒരു നിത്യത ഒരുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെ ലഭിച്ച നന്മകളൊക്കെ അനുഭവിക്കുമ്പോഴും ഇതിൽ തന്നെ മയങ്ങി ഇവിടെ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ ചിന്തിക്കാതെ നിത്യതയ്ക്കായി ഒരുങ്ങുക എന്നുള്ളതായ ഒരു വലിയ ഉത്തരവാദിത്വം കൊണ്ട് നമുക്കുണ്ടെന്ന കാര്യം നാം മറന്നു പോകരുത്. അബ്രഹാം തീർച്ചയായും വിശ്വസിച്ച് എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് അനുതരമായുള്ള അനുസരണമുണ്ടായിരുന്നു, വേർപാടുണ്ടായിരുന്നു. തൻ്റെ പ്രത്യാശ എവിടെയാണ്? നശിച്ചു പോകുന്ന ലോകത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രത്യാശയും ജീവിതമല്ലായിരുന്നു, മറിച്ച് ദൈവത്താൽ ലഭ്യമാകുന്ന നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കവും അവനുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പലപ്പോഴും ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാറുണ്ട്, അനുസരണം നഷ്ടപ്പെട്ടു പോകാറുണ്ട്, വേർപാട് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. കർത്താവിൻ്റെ വരവിന് വേണ്ടിയോ ദൈവമുരുക്ക നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇതാണ് വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവസഭകളിൽ ദൈവങ്ങൾക്ക് പറ്റിയ വലിയ പരാജയം. കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്ത് ദൈവങ്ങളുടെ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരുത്തി അനുഗ്രഹിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ ദൈവപ്രാർത്ഥനയൊക്കെ മാറിപ്പോയതായ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ചുറ്റുപാടിലെ കണ്ടുപിടിച്ച് നോക്കിയാൽ ഒന്നാം തലമുറ കഷ്ടതയിൽ ദൈവത്തെ സേവിച്ചു, രണ്ടാം തലമുറ അനുഗ്രഹം പ്രാപിച്ച് വന്നു, മൂന്നാം തലമുറ ആയപ്പോഴത്തേക്കും
അനുഗ്രഹം മാത്രമായി ദൈവമില്ലാതായി തീർന്നു അല്ലേ? നല്ല തലമുറ കാര്യം പറയണ്ട. അങ്ങനെയൊക്കെയുള്ളതായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ നടുവിലും ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന, ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരുപാട് ദൈവമക്കളും വിദാസിദാസന്മാരും ഉണ്ട്. അവരില്ലെന്നല്ല പറയുന്നത്. പക്ഷേ കാലങ്ങൾ കഴിയുന്തോറും ആ വിശ്വാസത്തിൻ്റെ വർധനവ് കൂടുന്നതിനേക്കാൾ ഉപരിയായിട്ട് കുറഞ്ഞു പോകുന്നവരാണ് ഭൂരിപക്ഷം പേരും എന്നുള്ളതാണ്. അനുസരണയുടെ ആ വ്യാപ്തി കുറഞ്ഞു പോകുന്നവരായി തീർന്നിരിക്കുന്നു ഭൂരിപക്ഷം പേരും എന്നുള്ളതാണ്. വേർപാടിൻ്റെ കാര്യത്തിലാണെങ്കിലും വിശുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും അത് കർത്താവിൻ്റെ പരിപാടി ഒരുങ്ങുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നതായ ആ തീക്ഷ്ണതയോ സമർപ്പണമോ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നാളുകൾ ക്രമീകരണത്തിൽ വരുവാനായി കർത്താവ് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അബ്രഹാം വിശ്വസിച്ചതുപോലെ തന്നെ അബ്രഹാമിൻ്റെ വീട്ടിലെ മറ്റൊരാളാണ് സാറ. വിശ്വാസമുള്ള സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരു മൃതപ്രായനായതിനു തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. കണ്ടോ, സാഹചര്യങ്ങൾക്ക് അപ്പുറമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാറയ്ക്കും കഴിഞ്ഞുള്ളതാണ്. അതിന് പറഞ്ഞാണ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് എണ്ണി. പ്രിയപ്പെട്ടവരെ, നമ്മെ വിളിച്ചത് ദൈവമാണ്. നമ്മെ ലോകത്തിലെ ഒരു സംഘടനയല്ല വിളിച്ചത്, ലോകത്തിലെ ഒരു മനുഷ്യനോ ഒരു അധികാരിയോ അല്ല. നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഓരോ സംഘടനകളിൽപ്പെട്ടവരായിരിക്കാം, ആ സംഘടനകൾക്ക് ചില അധികാരികളുണ്ടായിരിക്കാം. എന്നാൽ അവരാരുമല്ല നമ്മെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ടോ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ വിളിച്ചിറക്കിയത്. ഇപ്പം ഞാനാണ്, ദൈവമാണ് വിളിച്ചിറക്കിയത്. ദൈവമാണെങ്കിൽ വിശ്വസ്തനാണ്. അവന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നോട് എന്തെല്ലാം ആലോചനകൾ പറഞ്ഞിട്ടുണ്ടോ, നിന്നോട് എന്തെല്ലാം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ, അത് ഓരോന്നോരോന്നായി നിന്റെ ജീവിതത്തിൽ നിറവേറുവാനിടയായിത്തീരും. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം, പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുക. അവനാൽ കഴിയാത്തൊരു കാര്യവുമില്ല. നമുക്ക് ദൈവം പഠിക്കുമ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയാൻ കഴിയുന്നുണ്ട്. നമ്മൾ എബ്രായലേഖനം പഠിക്കുമ്പോൾ യെരമ്യാ പ്രവചനം പഠിക്കുമ്പോൾ നമുക്ക് ഇന്ന് കാണുന്നുണ്ട്. 37-ാം അധ്യായത്തിൽ 27-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം, ഞാൻ സർവ്വജനത്തിനെയും ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നിന്നോടും എന്നോടും അവൻ അരുളി ചെയ്തത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായിത്തീരും. ഒരുപക്ഷെ അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായ ഒരു താഴ്വരയിലായിരിക്കാം അതിൻ്റെ ഇപ്പോഴത്തെ നിൽപ്പ്. ജീവിതത്തിൽ കരകയറുമെന്ന് വിശ്വസിക്കാൻ കഴിയാതെ അത്രമാത്രം പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം നിനക്കിപ്പോൾ ഉള്ളത്. എന്നാൽ ആ അസ്ഥികൾ കൊണ്ട് നടന്ന താഴ്വരയിൽ നിന്നതായ പ്രവാചകനോട് അവയെ നോക്കി പ്രവചിക്കുവാനും പറഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വാസാൽ പ്രവചിച്ചു. നമുക്ക് ചരിത്രം അറിയാം. ആ അസ്ഥി കുമാരങ്ങൾ ഒരുമിച്ച് ചേരുവാനിടയായിത്തീർന്നു. ആ അസ്ഥികൂടത്തിന്മേൽ അസ്ഥികഷ്ണങ്ങൾ ഒന്നായി ചേർന്നൊരു അസ്ഥികൂടമായി തീർന്നു. ആ അസ്ഥികൂടത്തിന്മേൽ മാംസം വരുന്നു, ഞരമ്പുകൾ വരുന്നു, ത്വക്ക് വരുന്നു, ഒരു ജീവൻ പ്രാപിക്കുന്നു, ഒരു സൈന്യമായി നിലകൊള്ളുന്നു. ആ താഴ്വരയിൽ ആ പ്രവാചകൻ നിൽക്കുമ്പോൾ അവിടെ ഒരു സൈന്യം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നൊരു സൈന്യം ഉളവാകാനുള്ള യാതൊരു സാഹചര്യവും കൂടെ ഉണ്ടായിരുന്നില്ല. അവന് ദൈവത്തിൻ്റെ ജനങ്ങളെ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് പ്രവചിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആ തലങ്ങൾക്കൊരു മാറ്റം വരെയായിത്തീർന്നു. പക്ഷെ നിൻ്റെ ജീവിതാനുഭവം, നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി, നിൻ്റെ തലമുറയുടെ അവസ്ഥകൾ, നിൻ്റെ സാമ്പത്തിക അവസ്ഥകൾ, നിൻ്റെ ആരോഗ്യ അവസ്ഥകളൊക്കെ വെച്ച് കണക്കൂട്ടി നോക്കിയാൽ ഒരു ശുഭഭാവി ഉണ്ടാകുമെന്ന് പറയുവാൻ കഴിയാത്ത നിലകൾ അത്രമാത്രം അധോഗതിയിലേക്ക് പോകുന്ന നിലയിലുള്ളതായ അനുഭവങ്ങളായിരിക്കാം നിന്റെ കൺമുമ്പിലുള്ളത്. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സാഹചര്യങ്ങൾ നോക്കി നെടുവീർപ്പെടാതെ, നിരാശപ്പെട്ടു പോകാതെ, പിറുപിറുക്കാതെ ഈ സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം വിശ്വസിച്ച് ആ ദൈവത്തിൽ ആശ്രയിക്കുക. നിശ്ചയമായും നീ ഒരു ദൈവപ്പെടുത്തുകയാണ് ഇടയായിത്തീരും. സാറ് കണ്ടില്ലേ, സാറുടെ അവസ്ഥ സാറൊക്കെ അറിയാം. അവളുടെ അവസ്ഥയെക്കുറിച്ച് ബോധമില്ലാത്തവളല്ല. അബ്രഹാം അവൻ്റെ അവസ്ഥയെക്കുറിച്ച്
ബോധ്യം ഇല്ലാത്തവനല്ലായിരുന്നു. അവരുടെ ഇരുവരുടെയും അവസ്ഥകളെക്കുറിച്ച് നല്ല ബോധ്യം അബ്രാഹാമിനും സാറയ്ക്കും ഉണ്ടായിരുന്നു. എന്നാൽ അവരവരുടെ അവസ്ഥകളെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടായതുകൊണ്ടാണ് അവരവരുടെ സാഹചര്യങ്ങളെ നോക്കാതെ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചത്. അത് അവരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, പ്രതിസന്ധികൾ ഏതുമാകട്ടെ, പ്രതികൂലങ്ങൾ ഏതുമാകട്ടെ, സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ആ സാഹചര്യങ്ങൾക്ക് അപ്പുറമായിട്ട് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന, സ്ഥിതികൾക്ക് ഭേദം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുക. സാറെ വിശ്വസിച്ചുകൊണ്ട് സാറെ വന്നതിനാണ് വിശ്വാസമുള്ള സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും സാഹചര്യങ്ങൾ പ്രതികൂലമാണ് ഉത്തമ ബോധ്യമുണ്ടായിട്ടും നിൻ്റെ ചുറ്റുപാടിൽ നിന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ഒരു ശുഭഭാവി ഉണ്ടാകുന്ന പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ആയിരിക്കാം. രാജപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഇനി ഒരു വർധനമുണ്ടാകില്ല. എല്ലാം പ്രതികൂലമാണ്. എല്ലാം നഷ്ടമായതൊക്കെ പറയുന്നിടത്തുനിന്ന് ഒരു വർധനവിലേക്ക്, ഉയർച്ചയിലേക്ക്, ഒരു നന്മയിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ചു കൊണ്ടുവരികയാണ്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു വർഷത്തിന് കൺമുമ്പിൽ ഒന്നും കാണുന്നില്ല, അനുകൂലമായ ഒരു ഘടകവുമില്ലായിരിക്കാം. പക്ഷേ ഈ പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന, ഈ എതിർപ്പുകളെ എതിരേൽപ്പുകളാക്കുവാൻ കഴിയുന്ന, നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് മാന്യത ഉയർത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. വിശ്വസിക്കുക. സാഹചര്യങ്ങളെ നോക്കാതെ വിശ്വസിക്കുക. സാഹചര്യങ്ങൾ പലപ്പോഴും ആർത്തലയ്ക്കുന്ന തിരമാലയ്ക്ക് തുല്യമായിട്ടും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന് തുല്യമായിട്ടൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം. ചെറിയ പടയിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന അനുഭവത്തിലൂടെ കടന്നു വന്ന വ്യക്തിയായിരിക്കാം. സാഹചര്യ സമ്മർദ്ദങ്ങൾ വെച്ച് നമുക്കൊരു കാര്യം ബോധ്യമായി. അധികം താമസിയാതെ ഈ ചെറുപടക് വെള്ളം കയറി മുങ്ങാൻ പോവുകയാണ്. ഒരിക്കലും എനിക്ക് മറുകരയെത്താൻ കഴിയുകയില്ല. ഞാൻ സ്വപ്നം കണ്ട, ഞാൻ ആഗ്രഹിച്ച ശുഭതുറമുഖത്ത് എനിക്ക് അണയുവാൻ കഴിയുകയില്ല. ഇതൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, വിളിച്ചോൻ വിശ്വസനാണ്, അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞവൻ നിന്നെ വെറുതെ ഈ നടുക്കടലിലേക്ക് തള്ളിയിട്ടിട്ട് അവൻ കരയിൽ നിന്ന് സന്തോഷിക്കുന്നല്ല. നീ കൊടുങ്കാറ്റിലകപ്പെടുമ്പോൾ, നീ തിരമാലയിലകപ്പെടുമ്പോൾ, നീ പ്രശ്നങ്ങളകപ്പെടുമ്പോൾ, ആ പ്രശ്നങ്ങളിലേക്ക് നടന്നു വന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി അവൻ ആഗ്രഹിച്ചതായ ശുഭതുറമുഖത്ത് നിന്നെ അണയ്ക്കുവാൻ വിശ്വസനാധിപത്യം നീ സേവിക്കുന്നത് അവങ്ങൾക്ക് നോക്കിലെ പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായതിനു തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്ധി ജനിച്ചു. ആർക്കാണ്? മൃതപ്രായനായവന്. മരണത്തോട് അടുക്കുന്നവന്, അല്ലേ? അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ നിലകളിലും മരിച്ചവന്. അവൻ എന്തുണ്ടായി? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽത്തരി പോലെ സന്ധി ജനിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥകൾക്ക് അപ്പുറമായി, നമ്മുടെ സാഹചര്യങ്ങൾക്ക് അപ്പുറമായി നമുക്കിവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, സേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾ ഏതുമാകട്ടെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ജീവിതത്തിലെ ആവശ്യങ്ങൾ ഏതുമാകട്ടെ, മടുത്തു പോകാതെ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പാണ്, കാണാത്ത കാര്യത്തിൽ നിശ്ചയമാണ്. ജീവിതത്തിൽ സംഭവിക്കുമുള്ള വിശ്വാസത്തോടെ നമുക്ക് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഇന്ന് തന്നതായ സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ പലതായ ഭാരങ്ങളാൽ കർത്താവ് വേദനിക്കുന്ന ഒരുപാട് പേര് ഇതിലുണ്ടല്ലോ. കർത്താവേ, അവരുടെ മനസ്സിലേമാറാകണമേ.
സാഹചര്യം വെച്ച് കണക്ക് നോക്കി നോക്കുമ്പോൾ ഒരിക്കലും ഒരു ശുഭഭാവി ഉണ്ടാകില്ല ചിന്തിക്കുന്ന നിലകളിലേക്ക് ഒരു വിഷയങ്ങളും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ നടുവിൽ നീ അവർക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കടഭാരത്തിൽ വലയുന്നവരുണ്ട്, കർത്താവ് നീ അവർക്ക് ഒരു അത്ഭുതം പ്രവർത്തിച്ച് കടഭാരങ്ങൾ മാറുന്ന വഴി തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവരുടെ കർത്താവ് ഒരു സ്വന്തമായിട്ട് പാർപ്പാനായിട്ട് ഒരു ഭവനം നൽകുമാറാകണമേ. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭാരപ്പെടുന്ന പരിപാടി കർത്താവെ കുഞ്ഞുങ്ങൾക്ക് ഒരു വഴി തുറക്കണമേ. കർത്താവെ കുഞ്ഞുങ്ങൾ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി കർത്താവ് വഴികൾ തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി മാനസികമായിട്ടൊക്കെ ഒരു അഭിമുഖീകരിക്കുന്നതായ ഓരോ വിഷയങ്ങളും മേലും കർത്താവിനാൽ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ട് നന്മ അനുഭവിപ്പാൻ, വിടുതൽ അനുഭവിപ്പാൻ, സന്തോഷം അനുഭവിപ്പാൻ നിങ്ങൾ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ സമൂഹത്തോടെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ആത്മീയമായി, ഭൗമികമായി, ശാരീരികമായി, മാനസികമായിട്ട് ഇവർ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. കർത്താവെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശത്തിലേക്ക് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ നമ്മൾ സൂക്ഷിക്കുന്നതായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം, ശുശ്രൂഷ കൊടുത്ത് പ്രാർത്ഥിക്കണം. പുതിയ കുറച്ച് ആളുകളൊക്കെ ഈ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് അവരെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഈ മഴ തുടങ്ങിയതിന് ശേഷം പലർക്കും അവരുടെ ക്ലാസ്സുകളിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നത് ചിലപ്പോൾ കറണ്ടില്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നെറ്റിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. ഒരു ചെറിയ ഒരു കുറവ് നമ്മുടെ ഈ വ്യൂവേഴ്സിനിടയിൽ കാണുന്നുണ്ട്. അത് എങ്ങനെയായാലും ദൈവത്താൽ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മുടങ്ങാതെ ദൈവം പഠിക്കുവാനും തരുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയുടെ പിൻബലത്തിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.